അന്താരാഷ്ട്ര സർപ്പ ദിനത്തോടനുബന്ധിച്ച് കാസർഗോഡ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സർപ്പജാലകം എന്ന സർപ്പ ബോധവൽക്കരണ കൈപ്പുസ്തകം പുറത്തിറക്കി. പുസ്തകത്തിന്റെ ആദ്യ കോപ്പി ലോക സർപ്പദിനമായ ഇന്നലെ കാസർഗോഡ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പ്രകാശനം ചെയ്തു. സർപ്പ ആപ്പ് എഡ്യൂക്കേറ്ററായ കെ സുനിൽ സുരേന്ദ്രനാണ് സർപ്പജാലകം എന്ന പുസ്തകം കാസർഗോഡ് സോഷ്യൽ ഫോറസ്ട്രിക്ക് വേണ്ടി രചിച്ചത്. കേരളത്തിലെ പാമ്പുകളെയും പാമ്പുകടിയെ പറ്റിയുമുള്ള സമഗ്ര വിവരങ്ങളും ക്രോഡീകരിക്കുന്നതാണ് പുസ്തകം. കേരളത്തിൽ സാധാരണയായി കാണപ്പെടുന്ന വിവിധ പാമ്പുകളുടെ ശാസ്ത്രീയ നാമങ്ങളും അവയുടെ വിഷത്തിന്റെ പ്രത്യേകതകളും, പാമ്പുകളെ കണ്ടാൽ എന്ത് ചെയ്യണം, പാമ്പുകൾ വീട്ടിൽ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ, പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ, വിളിക്കാനുള്ള എമർജൻസി നമ്പറുകൾ തുടങ്ങി പൊതുജനങ്ങൾക്ക് പ്രയോജനപ്രദമായ വിവരങ്ങളാണ് സർപ്പജാലകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സ്കൂൾ തലത്തിൽ സർപ്പബോധവൽക്കരണത്തിന്റെ ഭാഗമായി അധ്യാപകർക്കും കുട്ടികൾക്കും ഉപയോഗിക്കാവുന്നതാണ് ഈ പുസ്തകം. ബോധവൽക്കരണ ക്ലാസുകൾ വിവിധ സ്കൂളുകളിൽ നേരത്തെ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. ഈ സ്കൂളുകളിലും സർപ്പജാലകം വിതരണം ചെയ്യുമെന്ന് ജില്ലാ ഫോറസ്റ്റ് അസിസ്റ്റന്റ് കൺസർവേറ്റർ VB ഉദയസൂര്യൻ പറഞ്ഞു. പൊതുജനങ്ങൾക്ക് പാമ്പുകളെ കുറിച്ചുള്ള ഒരു തെറ്റായ ചിന്തകൾ, ആ ചിന്തകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പാമ്പ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, പാമ്പുകളെ ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പാമ്പുകളെ കുറിച്ചുള്ള വിവരങ്ങൾ, ഏതൊക്കെ പാമ്പുകളാണ് പ്രധാനമായിട്ട് നമുക്ക് വിഷമായിട്ട് വരുന്നത്, വിഷമുള്ളത്, വിഷമില്ലാത്തത്, ആ വസ്തുക്കളെല്ലാം അടങ്ങിയ ഒരു ചെറു പുസ്തകമാണ്, ഒരു ഹാൻഡ് ബുക്കാണ് ഈ സർപ്പജാലകം എന്ന പുസ്തകം. അത് ഞങ്ങൾ കാസർഗോഡ് ജില്ലയിലുള്ള എല്ലാ സ്കൂളിലും നൽകാനാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അത് വരും ദിനങ്ങളിൽ അതിൻ്റെ മറ്റ് പ്രോജക്റ്റുകളും ഉണ്ടാകുന്നതാണ്. സർപ്പ റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സിന്റെ സേവനം കിട്ടുന്നതിനുള്ള വിവരങ്ങളും പുസ്തകത്തിൽ ലഭ്യമാണ്. പാമ്പ് വീട്ടിലോ പരിസരത്തോ വന്നാൽ സർപ്പ ആപ്പ് വഴി ഈ റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സുമായി ജനങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. തുടർന്ന് പാമ്പിനെ കാണിച്ചു കൊടുക്കുകയോ പാമ്പ് മറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ ചെയ്താൽ റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സ് പാമ്പിനെ ആ സ്ഥലത്ത് നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകും. ഇങ്ങനെ പൊതുജനങ്ങൾക്ക് അപകട ഭീഷണി ഒഴിവാക്കുകയും പാമ്പുകൾക്ക് അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നിലവിൽ സർപ്പ എന്ന് പറയുന്ന ആപ്പിന്റെ കീഴിൽ 42 സ്നേക്ക് റെസ്ക്യൂവേഴ്സ് ആണ് നമ്മുടെ ഡിവിഷനിൽ ഉള്ളത്. ഇവർക്ക് ഫോൺ കോൾസ് കിട്ടുന്നുണ്ട്, ആപ്പ് വഴി ഫോൺ കോൾസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഇവിടെ ഒരു എക്സ്റ്റൻഷൻ ഓഫീസുണ്ട്, എമർജൻസി കോൾ സെൻ്റർ ഉണ്ട്. അവിടെ വരുന്ന നമ്പറിൽ നിന്നും സ്നേക്ക് റെസ്ക്യൂസിൻ്റെ കോൾ വരുമ്പോൾ ഇവിടെ ഈ റെസ്ക്യൂസിനെ അവരെ കോർഡിനേറ്റ് ചെയ്ത് അവരെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അവരത് പാമ്പുകളെ റെസ്ക്യൂ ചെയ്ത് റിലീസ് ചെയ്യുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. 2020 കേരളത്തിൽ പാമ്പ് കടിയേറ്റുള്ള മരണം 100-ൽ പരമായിരുന്നുവെങ്കിൽ സർപ്പ ആപ്പിന്റെ വരവോടുകൂടി 2025 30-ന് താഴെയായി മരണനിരക്ക് കുറഞ്ഞു. ദൂരദർശൻ ന്യൂസ്, കാസർഗോഡ്.